അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയെക്കുറിച്ചുള്ള നാളിതുവരെയുള്ള വിവരങ്ങൾ പങ്കുവച്ച വീഡിയോ കണ്ടവരിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് എഞ്ചിനീയർ തസ്തികയെക്കുറിച്ചും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുമാണ്. ഹായ്, എല്ലാവർക്കും കേരള അക്കാഡമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയെക്കുറിച്ചുള്ള നാളിതുവരെയുള്ള വിവരങ്ങൾ പങ്കുവച്ച വീഡിയോ കണ്ടവരിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് എഞ്ചിനീയർ തസ്തികയെക്കുറിച്ചും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരള അക്കാഡമി നടത്തിയ അന്വേഷണത്തിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പായി ഒരു കാര്യം പറയട്ടെ. ലോക്ക്ഡൗൺ മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡെമോക്രസിൻ്റെ വാൾ എന്ന് കണക്കുള്ള സ്വകാര്യവൽക്കരണ നടപടികൾ KSEBയെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇതിനിടയിൽ കൂന്മേൽ കുരു പോലെ ഒന്നിനുമേൽ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന കോടതി വിധികളും കേസുകളും KSEB ശരിക്കും നട്ടംതിരിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്ന് തന്നെയാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. KSEB അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ സബ് എഞ്ചിനീയർമാരുടെ നിയമനം നടക്കുന്നത് 3:4:1 അനുപാതത്തിലാണ്. അതായത് 30% ഡയറക്റ്റ് PSC റിക്രൂട്ട്മെൻറ്റാണ്, 40% ഡിപ്ലോമ യോഗ്യതയുള്ള മീറ്റർ റീഡർമാരുടെ പ്രൊമോഷനാണ്, 20% ITI അതല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഓവർസിയർമാരുടെ പ്രൊമോഷനാണ്. പിന്നീടുള്ള 10% എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ യോഗ്യതയുള്ള 5 വർഷത്തിൽ കുറയാതെ പ്രവർത്തന പരിചയമുള്ള ജീവനക്കാരിൽ അതായത് ഇൻ സർവീസ് ജീവനക്കാരുടെ കേരള PSC വഴിയുള്ള റിക്രൂട്ട്മെൻറ്റാണ്. ഇങ്ങനെയാണ് സബ് എഞ്ചിനീയർമാരുടെ നിയമനം നടക്കുന്നത്. അവസാനമായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ തസ്തികയിലേക്ക് ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചത് 1/12/2015 ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നതിന് തൊട്ടു മുമ്പായി 28/11/2018 KSEB 137 ഫ്രഷ് വേക്കൻസികൾ പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്തതിന് മേൽ 30/3/2019 127 പേർക്ക് അഡ്വൈസ് മെമ്മോ കൊടുക്കാനായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷന് സാധിച്ചിട്ടുണ്ട്. ശരിക്കും ഈ ലിസ്റ്റിൽ ഓപ്പൺ കാറ്റഗറിയിൽ 715 റാങ്ക് വരെയാണ് നമുക്ക് അഡ്വൈസ് മെമ്മോ പോയിട്ടുള്ളതെന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതാണ് ഈ പറഞ്ഞ ഈ സബ് എഞ്ചിനീയർ ലിസ്റ്റിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത്. ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി നോക്കി കാണാവുന്നതാണ്. എങ്കിൽ കൂടി അതിൻ്റെ ഡോക്യുമെൻ്റ് ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം നമുക്ക് ഈ സബ് എഞ്ചിനീയറിൽ നിന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ 30% പ്രൊമോഷൻ നടന്നിട്ടുള്ളത് 2020 ഓഗസ്റ്റിലാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. KSEBയിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് മൂലമുള്ള സബ് എഞ്ചിനീയർമാരുടെ ഒഴിവുകൾ ഉണ്ടാകുന്നത് പ്രധാനമായും 3 സാഹചര്യം കൊണ്ടാണ്. ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സബ് എഞ്ചിനീയറിൽ നിന്നും അസിസ്റ്റന്റ് എഞ്ചിനീയറിലേക്കുള്ള പ്രൊമോഷൻ മുഖേനയാണ്. അടുത്ത 2 സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ പുതുതായി അനുവദിക്കപ്പെടുന്ന പോസ്റ്റുകളായിരിക്കണം, അല്ലെങ്കിൽ സബ് എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ച് സബ് എഞ്ചിനീയറായി തന്നെ റിട്ടയർ ആകുന്ന ജീവനക്കാരുടെ ഒഴിവുകളെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ഇത് സാധാരണഗതിയിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു പ്രൊമോഷൻ്റെ ഒരു പ്രാധാന്യം എത്ര വലുതാണെന്ന്. കഴിഞ്ഞ പ്രൊമോഷൻ ലിസ്റ്റ് പരിശോധിച്ചാൽ ഏകദേശം 130 പരം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് സബ് എഞ്ചിനീയർമാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ സബ് എഞ്ചിനീയറുടെ തസ്തികയിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഇത് വളരെ ഒരു സന്തോഷ വാർത്ത തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല 2019 നവംബറിലെ കണക്കനുസരിച്ച് ഏകദേശം 771 സെക്ഷൻ ഓഫീസുകളാണ് KSEBക്കുള്ളത്. ഒരു സെക്ഷൻ ഓഫീസിൽ ഒരു 3 സബ് എഞ്ചിനീയർമാരെങ്കിലും ഉണ്ടായേക്കാവുന്നതാണ്. KSEBയെ സംബന്ധിച്ചിടത്തോളം ഈ സബ് എഞ്ചിനീയർമാരെന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് അതായത് നേരിട്ട് ഉപഭോക്താക്കളുമായി ബന്ധപ്പെടുന്നവരാണ്. അപ്പോൾ KSEBയുടെ ഒരു സുഗമമായ പ്രവർത്തനത്തിന് എന്തായാലും സബ് എഞ്ചിനീയർമാർ അനിവാര്യമാണ്. അപ്പോൾ ഒരു സെക്ഷൻ ഓഫീസ് സബ് എഞ്ചിനീയർമാരുടെ ഒരു കുറവുണ്ടായെങ്കിൽ അത് നികത്തേണ്ടത് എന്തായാലും KSEBയ്ക്ക് അനിവാര്യമാണ്. അല്ലെങ്കിൽ KSEBയുടെ ഒരു സുഗമമായ പ്രവർത്തനത്തിൽ അത് തീർച്ചയായും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഈ അടുത്ത കാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതനുസരിച്ച് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അവരവരുടെ ഒഴിവുകൾ അതാത് വിഭാഗക്കാരെ അറിയിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതുതന്നെയായാലും അടുത്ത ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ വേക്കൻസികളും റിപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അടുത്ത് നടന്നിരിക്കുന്ന പ്രൊമോഷനിൽ നിന്നും മാത്രമല്ല കേരള മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്നും നമുക്കൊരു കൂട്ടിച്ചേർത്ത് വായിക്കാനായിട്ട് സാധിക്കും. അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൻ്റെ KSEBയുടെ സബ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള നിയമനത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ അടുത്ത് തന്നെ വരുമെന്നാണ് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൊറോണ-19 ഭീകരതയോ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ നയങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ കേസുകളോ ഒന്നും തന്നെ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷന് ബാധകമാകാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സബ് എഞ്ചിനീയർ തസ്തികയിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഒരു സന്തോഷ വാർത്തയാണ്. എല്ലാവരും നന്നായി പഠിച്ച് അത്തരത്തിലുള്ള ആ ഒരു ജോലിയിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുക.
എല്ലാവരും നന്നായി ഹാർഡ് വർക്ക് ചെയ്യട്ടെ. എന്തായാലും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരാം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഒരു അനുമാനം അനുസരിച്ച് നമ്മൾ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം. ഇതാണ് സബ് എഞ്ചിനീയറുടെ ഒരു കാര്യം പറയാനാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തതാണ്. പിന്നെ ഇതെല്ലാവരും നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരുകൾ എത്തിക്കുക, എല്ലാവരും പഠിക്കാനായിട്ട് തുടങ്ങുക. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ വീഡിയോ കണ്ട ആൾക്കാരും ഡീമോട്ടിവേറ്റ് ആവരുത്. തീർച്ചയായിട്ടും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ വരും. അത് പക്ഷേ എത്രത്തോളം വൈകുമെന്ന് അറിയില്ല. പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വരില്ല എന്നാണ് ഞങ്ങളുടെ ഒരു അനുമാനം. പക്ഷെ അത് കണ്ട് ആരും ഡീമോട്ടിവേറ്റ് ചെയ്യരുത് എന്നും കൂടി എനിക്ക് പറയാനുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. എന്തായാലും മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, നിങ്ങൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യുക. എന്തായാലും എല്ലാം നല്ലതായിട്ട് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, സൈനിങ് ഓഫ് അർജുൻ പി ഭാസ്കർ, കേരള അക്കാഡമി.